ജെൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് മക്രോണി വെച്ചിട്ട് ഒരു ക്രീമി മക്രോണി ഉണ്ടാക്കാനാണ്. അത് വൈറ്റ് സോസ് വെച്ചിട്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് പോവാം. ഞാൻ ഇത് മക്രോണി ഉപ്പും ഇട്ടിട്ട് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചിട്ട് അത് നന്നായി വേവിച്ച് വെച്ച് അത് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ വീത്തിൻ്റെ അതിൽ ഞാൻ സബോള ഇടണു. ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ സവോള വേഗം ഫ്രൈ ആവും. പിന്നെ അതിൽ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് കുനുകുനും തന്നെ അരിഞ്ഞോളോ. ഒരു ക്യാപ്സിക്കം ഞാൻ ചെറുതായി അരിഞ്ഞു അതിട്ടുണ്ട്. നേരിയതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടെ. അപ്പോൾ നമ്മുടെ വെച്ച സാധനങ്ങളൊക്കെ ഫ്രൈ ആയി. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ചെയ്യേണ്ടത് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടണം. പിന്നെ നമ്മൾ കുറച്ച് 2 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പാലിൽ കലക്കി അത് നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതിൽ വീഴ്ത്തണം. ഫ്ലെയിം നന്നായി കുറയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ടയാവും. നമ്മൾ ബട്ടർ ഇട്ടിട്ട് പിന്നെ മൈദ അതിൽ വീത്തിയപ്പോൾ കുറച്ച് കട്ട പോലെയായി. അത് ഞാൻ നന്നായി ഇങ്ങനെ ഉടച്ചു. കുറച്ചും കൂടി പാല് വീത്തിയിട്ട് നന്നായി ഉടച്ചാൽ മതി. അപ്പോൾ ഇതുപോലെയാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് പാല് വീത്തണം. നന്നായി ഇളക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അപ്പോൾ പാല് നന്നായിട്ട് ഇതിൽ കുറുകി പോലെയായി. നമ്മളതിൽ വേവിച്ച് വെച്ച പാസ്ത ഇടണം, മക്രോണി. പിന്നെ പാൻ ചെറുതായ കാരണം അതിലധികം ഇടാൻ പറ്റില്ല. നന്നായിട്ടൊന്ന് ഇതിൽ പിടിക്കട്ടെ. കുറച്ചൊന്ന് പാല് വറ്റട്ടെ. ഞാൻ ഇതിൽ കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. പാസ്ത വേവിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ പാലും സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് ഫ്രൈ ആക്കി വെച്ച ക്യാപ്സിക്കും ക്യാരറ്റും സബോളയും ഇതിലിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമി പാസ്ത റെഡിയായി. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള മക്രോണി പാസ്ത തയ്യാറായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളാം.
അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.